ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. പത്രമാറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓടിച്ചു വിട്ടല്ലോ, മറ്റേ അനാമികേനെയും അനാമികയുടെ അച്ഛനമ്മയൊക്കെ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജാനകി അങ്ങോട്ട് ചെല്ലുകയാണ് അനിയുടെ നേർക്ക്. അപ്പോൾ അനിയുടെ നേർക്ക് വന്നിട്ട് പറയും, നീ ജാനകിയും ജലജയും കൂടെയാണ് ചെല്ലുന്നത്, രണ്ടും കൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ എന്നിട്ട് അനിയോട് തട്ടിക്കയറുക, പറയുക, നീ മനഃപൂർവ്വമാണ് അവളെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ തിരിച്ചും കടന്ന് കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയണേ ഇവളെ അനാമികേനെ. അപ്പോൾ പറയും, അവളെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടീനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞാണ്, നിൻ്റെ മുന്നിൽ എൻ്റെ ബോഡി ഞാൻ തൂങ്ങി ആടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയും, ഞാൻ ആരെയും ഇനി കൊണ്ടുവരുന്നില്ല, ആരെയും കൊണ്ടുവരാനും ഇല്ല, ആരെയും വിളിച്ചും കൊണ്ട് വരില്ല. ഇപ്പോൾ പോയ ഒരുത്തിണ്ടല്ലോ, അവളെ ഞാൻ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, നീ വിളിക്കേണ്ടടാ, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കപ്പോൾ പറയും, നീ ഇല്ലാത്ത കഥകളൊക്കെ പോയി മുത്തശ്ശൻ്റെ അടുത്ത് നിൻ്റെ നയനയെടുത്തി പറഞ്ഞിട്ടല്ലേ നീ അതൊക്കെ പോയി മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറഞ്ഞത് എന്ന് ചോദിക്കുക. പറയും, എന്നോടാരും പറഞ്ഞൊന്നുമില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറഞ്ഞത്, അല്ലാണ്ട് നയനയെടുത്തി പറഞ്ഞൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ ജലജ പറയും, എന്താ ഇപ്പോൾ ഗോവിന്ദൻ്റെയും കനകയുടെയും പെൺമക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെയാണ്. ഇപ്പോൾ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരും, നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ജാനകി അനിയോട്. പക്ഷേ അനി അറിയാം, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അമ്മ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് അപ്പച്ചിയും അമ്മയും കൂടെ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഇനിയെങ്കിലും ഞാൻ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. പക്ഷേ ആ തളകി മകൻ്റെ സമാധാനം അല്ല വലുത്, ആ മരുമകളെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ജാനകി ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീട്ടിൽ അനാമിക അങ്ങനെ നിൽക്കുക. അപ്പോൾ പറയും, എല്ലാ സ്വപ്നങ്ങളും തകർന്നു, നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്, അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇങ്ങനെ പോയി ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ ചോദിക്കുക. പറയും, ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇപ്പോഴും നിയമപ്രകാരം അവൻ്റെ ഭാര്യ തന്നെയല്ലേ മോള്, അപ്പോൾ നമ്മൾക്ക് ഇനി അവർക്ക്